നിരന്തരമായിട്ട് ആവശ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്ന മക്കളെക്കുറിച്ചാണ് ഈ അടുത്ത് ചില പാരൻസ് സങ്കടം പറഞ്ഞത്. ഇപ്പോൾ ഗൾഫിലുള്ളവർ മാത്രമല്ലല്ലോ, ഈവൻ നാട്ടിലുള്ള പല മനുഷ്യന്മാരടക്കം ഫിനാൻഷ്യലി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു ടൈമാണ്. പക്ഷേ സ്വന്തം ഫാമിലിക്ക്, സ്വന്തം മക്കൾക്ക് മാത്രം ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് പലർക്കും ഉള്ളത്. പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് ചെറുപ്പം മുതലേ മക്കൾ ചോദിക്കുന്നതെല്ലാം അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതാണ് യഥാർത്ഥ പാരൻറ്റിംഗ് എന്ന് മനസ്സിലാക്കിയ ആൾക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുടുങ്ങുന്നത്. കാരണം അവർക്ക് നോ പറയാൻ പറ്റുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ മക്കൾ കഷ്ടപ്പെടരുത് എന്നുള്ള ചിന്തയൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നമ്മൾ കുടുങ്ങിപ്പോവും. നമ്മുടെ പാരൻസിൻ്റെ, സ്വന്തം പിതാവിൻ്റെ ഒക്കെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയെക്കുറിച്ചിട്ടുള്ള ധാരണയുള്ള എത്ര മക്കളുണ്ടാവും. നമ്മുടെ അവസ്ഥയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് മക്കളോട് പറയുന്നതിൽ യാതൊരു കുറവും വിചാരിക്കേണ്ടതില്ല. ഇനി മക്കളോടാണ്. നമ്മളെ പാരൻസൊക്കെ അൾട്ടിമേറ്റ്ലി അവരുണ്ടാക്കുന്നത്, അവർ ജീവിക്കുന്നത് തന്നെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ബൈക്ക് വേണം, ഐഫോൺ വേണം, ട്രിപ്പ് പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോഴേ അവരെത്ര ദിവസം മറ്റെല്ലാം മാറ്റിവെച്ച് അധ്വാനിച്ചാലാണ് നമ്മൾ ഈ പറയുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാമെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അലാവുദ്ദീൻ്റെ കയ്യിലെ അത്ഭുത വിളക്ക് പോലെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം സാധിപ്പിച്ച് തരാനുള്ള ഒരു അത്ഭുത വിളക്കായിട്ട് മാത്രം നമ്മുടെ പാരൻസിനെ കണക്കാക്കല്ലടാ. നമ്മളുടെ പാരൻസിനെ, നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴല്ലേ നമ്മൾ ശരിക്കുള്ള ഒരു മകനോ മകളൊക്കെ ആവുന്നത്. അപ്പോഴല്ലേ നമ്മുടെ കുടുംബം കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുന്നത്.